അയ്യോ ഇന്നലെയും ഇവിടെ പാമ്പക്കാൽ പോയിട്ട് വഴിപാട് ഇതൊക്കെ അമ്മ പോയിട്ട്. കോൺഗ്രസ് പാർട്ടി മുതിർന്ന നേതാക്കളോടായി പാലക്കാടിലെ ജനങ്ങളുടെ ഭൂരിപക്ഷം ജനങ്ങളുടെയും അഭിപ്രായമാണ് ഞാൻ തുറന്നു പറയുന്നത്. തൃശ്ശൂരിൻ്റെ അടുത്ത പടിയായി പാലക്കാടിനെയും RSSന് വിട്ടുകൊടുക്കുന്ന കളിയിലേക്കാണ് പോണത്. അത് പാലക്കാടത്തെ ജനങ്ങൾ സമ്മതിക്കില്ല. നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങൾ ഇപ്പോൾ കേട്ടത് ഒരു സ്ത്രീയുടെ വാക്കുകളല്ല, പാലക്കാട്ടെ ആയിരക്കണക്കിന് അമ്മമാരുടെ മനസ്സാണ്. ഇന്ന് പാലക്കാട്ടെ രാഷ്ട്രീയത്തിന്റെ സ്റ്റീറിങ് പാർട്ടി ഓഫീസുകളിലല്ല, അത് വീടുകളുടെ അടുക്കളയിലാണ്. വീട്ടമ്മമാരും വനിതകളും ജൻസി യുവജനങ്ങളും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അത് മറ്റൊന്നുമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ വേണം. അദ്ദേഹം തന്നെയാണ് പാലക്കാട്ടിന്റെ കോൺഗ്രസ് സ്ഥാനാർത്ഥി. ഇനി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്ന ശബ്ദം മീഡിയ പറയുന്ന കഥകളല്ല, പാലക്കാട്ടെ അമ്മമാർ നേരിട്ട് പറയുന്ന സത്യങ്ങളാണ്. അവരുടെ ഹൃദയം സംസാരിക്കുന്നതാണ്. പ്രധാന പോയിന്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു പ്രത്യേക അപേക്ഷയുണ്ട്. ഈ വീഡിയോ നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ യൂട്യൂബിന്റെ അൽഗോരിതം ഈ വീഡിയോയെ നിരസിക്കില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാർത്തകൾ ഒരുപാട് ജനങ്ങളിൽ എത്തുവാൻ നിങ്ങളുടെ വിലയേറിയ സഹായം ഈ സമയത്ത് വളരെ അത്യാവശ്യമാണ്. പാലക്കാടിനെ തൃശ്ശൂരാക്കി മാറ്റരുത്. ഇതൊരു സാധാരണ രാഷ്ട്രീയ മുദ്രാവാക്യമല്ല സുഹൃത്തുക്കളെ. ഇതിന്ന് പാലക്കാട്ടെ ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ഒരു വലിയ അപേക്ഷയാണ്, അല്ലെങ്കിൽ അത് ഒരു വലിയ പ്രതിഷേധ ശബ്ദമാണ്. അതുമല്ലെങ്കിൽ അതൊരു മുന്നറിയിപ്പോ ഒരു ജനവികാരമോ ആണ്. ഈ ശബ്ദം ഉയരുന്നത് പാർട്ടി ഓഫീസുകളിൽ നിന്നല്ല, സ്റ്റേജുകളുടെയും പ്രസംഗങ്ങളുടെയും രാഷ്ട്രീയക്കാരിൽ നിന്നുള്ള അന്തരീക്ഷത്തിൽ നിന്നുമല്ല, മറിച്ച് അത് വീടുകളുടെ അടുക്കളയിൽ നിന്നാണ്. അതുമല്ലെങ്കിൽ കത്തിയെരിയുന്ന അടുപ്പിൻകരയിൽ നിന്നാണ്. കുടുംബത്തിന്റെ ഭാവി ചിന്തിച്ചു നിൽക്കുന്ന അമ്മമാരുടെ മനസ്സിൽ നിന്നാണ് ആ ശബ്ദം ഉയരുന്നത്. വീട്ടമ്മമാരും വനിതകളും ജൻസി യുവജനങ്ങളും ഒരേ ശബ്ദത്തിൽ ഒരേ സന്ദേശമാണ് ഇന്ന് ഉയർത്തുന്നത്. പാലക്കാട് മുഴുവൻ പടരുന്ന ഒരു വലിയ രാഷ്ട്രീയ വികാരമാണത്. അതൊരു പാർട്ടിയുടെ ക്യാമ്പയിൻ അല്ല സുഹൃത്തുക്കളെ, ഇത് ജനങ്ങളുടെ സ്വന്തം തീരുമാനമാണ്. സുഹൃത്തുക്കളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇതുവരെ പാലക്കാട്ട് വിവിധ പാർട്ടികൾക്ക് വോട്ട് ചെയ്തിരുന്ന നിരവധി കുടുംബങ്ങൾ ഇന്ന് ഒരു വലിയ തീരുമാനം എടുത്തിരിക്കുകയാണ്. വീടുകൾക്കുള്ളിൽ, കുടുംബ ചർച്ചകളിൽ, ചായക്കപ്പിന് ചുറ്റുമിരുന്നുള്ള സംഭാഷണങ്ങളിൽ ഒരു വലിയ തീരുമാനമാണ് ഇപ്പോൾ ജനിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഇനി നമ്മൾ ഒരുമിച്ച് നിൽക്കണമെന്നും കോൺഗ്രസിനായി പ്രവർത്തിക്കണമെന്നും രാഹുലിനായി പോരാടണം എന്നുമാണ് അവരുടെ ചർച്ചകളിൽ മുഴങ്ങി കേൾക്കുന്നത്. അതൊരു മുദ്രാവാക്യമല്ല, അത് പാലക്കാട്ടെ വീടുകളിൽ ശാന്തമായി ആരംഭിച്ച ഒരു വലിയ രാഷ്ട്രീയ നീക്കത്തിന്റെ തുടക്കമാണ്. അതൊരു തിരയാണ്, ഇപ്പോൾ ചെറുതായി തോന്നുന്ന ഒരു തിര. എന്നാൽ ഈ തിര വീട്ടമ്മമാരുടെ മനസ്സിൽ നിന്ന് ഉയർന്നു വന്നതിനാൽ അതൊരു വലിയ സുനാമിയായി മാറാൻ ഇനി അധികം വേണ്ടി വരില്ല. ഇത് ഞാൻ പറയുന്ന രാഷ്ട്രീയമല്ല, പാലക്കാട്ടെ അമ്മമാരും പെങ്ങന്മാരും പറയുന്നതാണ്. നിങ്ങൾ ആ വാക്കുകൾ ഒന്ന് കേട്ടു നോക്കൂ. മാത്രമല്ല, നേതാക്കന്മാരോട് മറ്റൊരു കാര്യം കൂടെ അവതരിപ്പിക്കാനുണ്ട്. രാഹുലിന് വന്ന ശേഷം പാലക്കാട് ജില്ലയ്ക്ക് വന്ന ഏറ്റവും വലിയ മാറ്റം എന്നാണ്, രാഹുലിന്റെ കൂടെ കൂടിയ ശേഷം ഒരുപാട് പേര് കോൺഗ്രസ് പാർട്ടിയിലേക്ക് അംഗത്വം എടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിൽ സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെല്ലാവരും കോൺഗ്രസ് പാർട്ടിയിലേക്ക് പ്രവർത്തിക്കാനും അംഗത്വം എടുത്ത് പൂർവാധികം എല്ലാ ഇതിലേക്കും നിൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ രാഹുൽ എന്ന ഒരു വ്യക്തി ഉണ്ടാക്കിയ ബെനിഫിറ്റ് തന്നെയാണ്. അപ്പോൾ പാർട്ടിയെ ഇത്രയും ആൾക്കാർ ഇഷ്ടപ്പെടാനും ഒരു എല്ലാത്തിനുമുള്ളൊരു
സാധ്യത ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ്. അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ആ ഒരു വ്യക്തിയെ കൊണ്ട് പാർട്ടിക്ക് എല്ലാ ഗുണങ്ങളെ ഉണ്ടാവുന്നുള്ളൂ, ഒരിക്കലും ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല. മറ്റു പാർട്ടിക്കാർ പറയുന്നത് നിങ്ങൾ നോക്കണ്ട, അത് രാഷ്ട്രീയമല്ലേ. രാഹുലിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും ഒരു കമ്മിറ്റി രൂപീകരിച്ചൊരു പ്രക്ഷോഭത്തിന് ഇറങ്ങാൻ വരെ തയ്യാറായി നിൽക്കുന്ന ഒരുപാട് സംഘങ്ങളായി നിൽക്കുന്ന ആൾക്കാർ ഇവിടെ പാലക്കാടുണ്ട്. അത് കുറച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കാര്യങ്ങൾ എവിടം വരെ പോകുമെന്ന് അറിഞ്ഞിട്ട് വേണം അതിലേക്ക് ഇറങ്ങാൻ എന്നുള്ള ഒരു ഇതിലാണ് എല്ലാവരും നിൽക്കുന്നത്. അപ്പം ഇത്രേ പറയാനുള്ളൂ. രാഹുൽ എന്ന വ്യക്തിയെ പാലക്കാട് തരുന്നതിന് കോൺഗ്രസിന് ഇനിയും കൂടുതൽ നല്ല നല്ല പ്രവർത്തകരെ കിട്ടാനും എല്ലാത്തിനുമുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. എല്ലാം മനസ്സിലാക്കി പ്രവർത്തിക്കും. സുഹൃത്തുക്കളെ, നമ്മൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്ന് പാലക്കാട്ടുകാർ സംസാരിക്കുന്നത് രാഷ്ട്രീയമല്ല, അവർ പറയുന്നത് ജനവികാരമാണ്. അത് ഒരേ ഒരു പേരിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത്, അത് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് തന്നെ. ഈ വീട്ടമ്മമാർക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. അവർ വെറുതെ പറയുന്ന വാക്കുകളല്ലത്, അവരുടെ വോയിസ് മെസ്സേജ് ഉണ്ട്. അതവരുടെ ഹൃദയത്തിൽ നിന്നുള്ള ശബ്ദങ്ങളാണ്. ആ ശബ്ദങ്ങൾ കേട്ടാൽ പാലക്കാട്ടെ യഥാർത്ഥ രാഷ്ട്രീയ വികാരം എന്താണെന്ന് നമ്മൾക്ക് മനസ്സിലാകും. കാരണം അത് മീഡിയ പറയുന്ന നുണക്കഥകളല്ല, അത് പാലക്കാട്ടെ ജനങ്ങൾ വിശ്വസിക്കുന്ന യഥാർത്ഥ സത്യങ്ങളാണ്. അവരുടെ മനസ്സിൽ ഇപ്പോഴും ഒരു പേര് മാത്രമാണ് ജീവിച്ചിരിക്കുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പേര്. പാലക്കാട്ടെ അമ്മമാരും യുവജനങ്ങളും ഇന്ന് വളരെ തുറന്നാണ് സംസാരിക്കുന്നത്. കാരണം അവർക്ക് മറച്ചു വെക്കാൻ ഒന്നുമില്ല. അവരുടെ വ്യക്തമായ നിലപാട് മാത്രമാണ് അവർ തുറന്ന് സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് പാലക്കാടിന് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് രാഹുലിനെ തന്നെ കൊണ്ടുവരണം. അത് ഞങ്ങൾക്ക് വളരെയധികം ആവശ്യമാണ്. രാഹുലിന് പകരം ആര് വന്നാലും ഞങ്ങൾ വോട്ട് ചെയ്യില്ല. രാഹുൽ അത്രയ്ക്കേറെ പാലക്കാടിനെ സ്നേഹിച്ചിട്ടുണ്ട്, പാലക്കാടിന് വേണ്ടി ഒരുപാട് വികസനം ചെയ്തിട്ടുണ്ട്. ഇനിയും വരുന്ന വികസനത്തിനും പാവങ്ങളോട് ചെയ്യാനുള്ള കടമകളോടും അതൊക്കെ പെൻഡിങ്ങിലാണ് കിടക്കുന്നത്. രാഹുൽ വന്നിട്ട് വേണം ഞങ്ങൾക്ക് ആ സ്ഥാനങ്ങൾ കിട്ടാൻ, ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ. രാഹുൽ വന്നോ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ചെയ്തു തരും. രാഹുൽ സ്വന്തം കാര്യം നോക്കുന്ന ഒരു വ്യക്തിയല്ല. പാർട്ടിക്കാർ ഒരു കാര്യം മനസ്സിലാക്കണം, ജനങ്ങളോട് നിങ്ങൾ ഗ്രാമങ്ങളിലും ടൗൺ മേഖലകളും എല്ലാ ജനങ്ങളോടും നിങ്ങൾ ഇറങ്ങി തിരിച്ച് ചോദിക്കുക, പാലക്കാടിലെ ജനങ്ങളുടെ അഭിപ്രായം എന്താണ്, രാഹുലിനെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം. കോടതിയും ജനങ്ങളും എല്ലാം ഒത്തുവന്ന് നിന്ന് ഒപ്പം രാഹുലിനെ സപ്പോർട്ട് ചെയ്തിട്ടും പാർട്ടി മാത്രം ഈ ഒറ്റപ്പെടുത്തി മുന്നോട്ട് പോകുന്നതിൻ്റെ പൊരുളാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാത്തത്. നിങ്ങൾ ഈ ചെയ്യുന്ന ചെയ്യല് തൃശ്ശൂരിൻ്റെ അടുത്ത പടിയായി പാലക്കാടിനെയും RSSന് വിട്ടുകൊടുക്കുന്ന കളിയിലേക്കാണ് പോണത്. അത് പാലക്കാടത്തെ ജനങ്ങൾ സമ്മതിക്കില്ല. പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും ഗ്രാമങ്ങളിലും നഗരങ്ങളിലും എല്ലാവരോടും നിങ്ങൾ തുറന്നടിച്ച് നിങ്ങൾക്ക് ചോദിക്കാം, ജനങ്ങളുടെ അഭിപ്രായം എന്താണ്, രാഹുൽ ആരാണ്, രാഹുൽ ജനങ്ങളിലേക്ക് ഇത്രത്തോളം രാഹുലിനെ ഇഷ്ടപ്പെടാൻ കാരണം എന്താണ്, രാഹുൽ ചെയ്ത കടമകൾ എന്താണ്, അത് നിങ്ങൾ നേരിട്ടറിഞ്ഞ് ചെയ്യുക. ഇനിയും കടുപ്പം പിടിച്ച് പാർട്ടി മുന്നോട്ട് പോവുകയാണെങ്കിൽ പാലക്കാട് മാത്രമല്ല കേരളത്തിൽ പലയിടത്തും കോൺഗ്രസിന് തിരിച്ചടി ഒരു ക്ഷീണം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഞങ്ങൾക്ക് രാഹുലിനെ മാത്രം മതി, രാഹുൽ അല്ലാതെ വേറെ ആര് വന്നാലും ഞങ്ങൾ വോട്ട് ചെയ്യില്ല. രണ്ടും കൽപ്പിച്ച് ഒരാളോ രണ്ടാളോ അല്ല, ജനങ്ങൾ ഭൂരിഭാഗമുള്ള തീരുമാനമാണ്. സുഹൃത്തുക്കളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വ്യക്തമായ ഒരു കാര്യമുണ്ട്. പാലക്കാട്ടിലെ അമ്മമാരോടും പെങ്ങന്മാരോടും യുവജനങ്ങളോടും നമ്മൾ സംസാരിക്കുമ്പോൾ അവരെല്ലാവരും പറയുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. അവർക്ക് കോൺഗ്രസ് നേതൃത്വത്തോടെ ഒരു വലിയ അപേക്ഷയാണുള്ളത്. അത് മറ്റൊന്നുമല്ല, പാലക്കാട്ടെ അമ്മമാരും പെങ്ങന്മാരും യുവജനങ്ങളും കോൺഗ്രസ് നേതൃത്വത്തോട് അപേക്ഷിക്കുന്നത് കോൺഗ്രസ് നേതാക്കന്മാർ പാലക്കാട്ടേക്ക് വരണം എന്നുള്ളതാണ്. പാലക്കാട്ടെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലുമുള്ള വീടുകളിൽ അവർ ചെല്ലണം. എന്നിട്ട് ആ വീട്ടിലുള്ള അമ്മമാരോടും പെങ്ങന്മാരോടും യുവജനങ്ങളോടും അവർ നേരിട്ട് സംസാരിക്കണം.
രാഹുലിനെ പറ്റി അവരുടെ അഭിപ്രായം നേരിട്ട് അറിയണം. കാരണം അവർ പറയുന്ന ഒരു സത്യം മീഡിയകൾ പറയുന്നത് സത്യമല്ല എന്നതും ജനങ്ങൾ നേരിട്ട് സത്യം അവതരിപ്പിക്കാൻ അവർക്ക് അവസരം നൽകണം എന്നുള്ളതുമാണ്. ഇത് ഒരാൾ മാത്രമല്ല, ഇനി മറ്റൊരു വീട്ടമ്മ പറയുന്നത് ശ്രദ്ധിക്കും. ബഹുമാനപ്പെട്ട എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരോടും ഒരു അപേക്ഷയാണ്, മറ്റൊന്നുമല്ല. ഞങ്ങൾക്ക് ദയവ് ചെയ്ത് നിങ്ങൾ പാലക്കാട് രാഹുലിനെ തന്നെ തരണം. മറ്റൊന്നും കൊണ്ടല്ല. നിങ്ങൾ ആരെ തന്നെ ഞങ്ങൾക്ക് തന്നാലും ഞങ്ങളത് സ്വീകരിക്കുന്നില്ല. ഞങ്ങൾക്ക് വേണ്ട. ഒരു ജനാധിപത്യ ഭരണമല്ലേ, ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതല്ലേ. ഞങ്ങളുടെ ഓരോ വോട്ടുകളും ഞങ്ങൾ തിരഞ്ഞെടുക്കുന്ന തീരുമാനങ്ങളല്ലേ. ആ വോട്ടിൻ്റെ ഇത് തന്നെയല്ലേ 18,000 വോട്ടുകൾക്ക് രാഹുൽ ജയിച്ചത്. അപ്പോൾ അത്രയും സ്വീകാര്യമുള്ളൊരു നേതാവിനെ ദയവ് ചെയ്ത് ഞങ്ങളുടെ പാലക്കാട് ജില്ലയിൽ നിന്ന് തട്ടിയെടുക്കരുത്. അതിന് മാത്രം വലിയ തെറ്റൊന്നും രാഹുൽ ചെയ്തിട്ടില്ല. ആണെങ്കിൽ കോടതി തീരുമാനിക്കട്ടെ. കോടതിയിൽ കേസ് നടക്കുന്നില്ല, അപ്പോൾ കോടതി തീരുമാനിക്കട്ടെ. അതിനു മുമ്പ് നിങ്ങൾ ജനങ്ങളും മീഡിയയും മറ്റു പാർട്ടിക്കാരും വിധി എഴുതണ്ട. ജനങ്ങൾക്ക് രാഹുലിനെ വേണം. രാഹുലിനെ ഞങ്ങൾ വിട്ടുതരാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾക്ക് രാഹുലിനെ തന്നെ വേണം. മറ്റാരെയും നിങ്ങൾ കൊണ്ടുവന്നാലും ഞങ്ങൾ വോട്ട് ചെയ്യാൻ തയ്യാറല്ല. നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ നിങ്ങളൊന്നും വേണ്ട. പാലക്കാട് ജില്ലയിലേക്ക് നിങ്ങൾക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള നേതാക്കന്മാരോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെയോ ഡയറക്റ്റ് വന്നും ചോദിച്ചോളൂ. ഓരോ വീടുകളിലും ചോദിക്കൂ, രാഹുൽ എന്നാണ്, രാഹുലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും പറയും. ഒരിക്കലും വെറുതെ ഒരു ഇതിനു വേണ്ടി പറയുന്നതല്ല. ഈ 1.5 വർഷം കൊണ്ട് ആ വ്യക്തി പാലക്കാട് ജില്ലയ്ക്ക് അത്രയധികം നേട്ടങ്ങൾ ചെയ്തു തന്നൊരു നല്ലൊരു നേതാവാണ്. അപ്പം അങ്ങനെയുള്ള ഒരാളെ കൈവിട്ട് കളയാൻ ഞങ്ങൾക്ക് പാലക്കാട്ടുകാർക്ക് മനസ്സില്ല. ദയവ് ചെയ്ത് നിങ്ങളുടെ താഴ്മയായിട്ട് അപേക്ഷയാണ്, ഒരു തൃശ്ശൂർ ഇനി ആവർത്തിക്കരുത്. ഞങ്ങൾക്ക് പാലക്കാടിന് കോൺഗ്രസ് നേതാവും മതി. നിങ്ങൾക്ക് ധൈര്യമായി വരാം. പാലക്കാട് ജില്ലയിലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും എല്ലാ വീടുകളിലെയും ഓരോ വീട്ടമ്മമാരോട് ചോദിക്കൂ. ഇത് സ്ത്രീകളുടെ വിഷയമാണല്ലോ, അപ്പൊ സ്ത്രീകളോട് ചോദിക്കൂ. അപ്പൊ സ്ത്രീകൾ പറഞ്ഞു തരും. സ്ത്രീകൾ തന്നെ പറഞ്ഞു തരും എന്താണ് രാഹുലിനെ കുറിച്ച് അവരുടെ അഭിപ്രായങ്ങൾ. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കൂ, രാഹുലിനെ തരുന്നതിനോട് എന്താണ് നിങ്ങൾക്ക് വിയോജിക്കുന്നത്. യോജിക്കാനുള്ളതേ ഉള്ളൂ. ദയവ് ചെയ്ത് അപേക്ഷയാണ്, തൊഴുകൈകളോടുകൂടി ചോദിക്കുന്നു, ഞങ്ങൾക്ക് ഞങ്ങളുടെ നേതാവിനെ തരൂ. സുഹൃത്തുക്കളെ, രാഹുൽ മാങ്കൂട്ടത്തിലും പാലക്കാട്ട് ഇപ്പോൾ വെറുതെ ഇരിക്കുന്നില്ല. അടുത്ത മാസങ്ങളിൽ യുവജന തൊഴിൽ പദ്ധതികൾ, വീട്ടമ്മമാർക്കുള്ള സാമ്പത്തിക സുരക്ഷാ പദ്ധതികൾ, ചെറുകിട വ്യാപാരികൾക്കുള്ള പ്രത്യേക പിന്തുണ, ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വലിയ രാഷ്ട്രീയ റെഡ് മാപ്പ് രാഹുൽ അവതരിപ്പിക്കുമെന്നാണ് പാലക്കാട്ടെ രാഷ്ട്രീയ നിരീക്ഷകർ വിശ്വസിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഇനി അദ്ദേഹം മിണ്ടാതിരിക്കില്ല. വ്യാജ പ്രചാരണങ്ങൾക്ക് നേരിട്ട് മറുപടി നൽകും. അദ്ദേഹം വീടുകളിലേക്ക് എത്തും, ജനങ്ങളോടൊപ്പം നടക്കും. അതോടെ പാലക്കാട്ട് രാഹുൽ തരംഗം ഒരു വലിയ രാഷ്ട്രീയ സുനാമിയായി മാറാൻ വളരെ സാധ്യത ഇപ്പോൾ കൂടുതലാണ്. ഇനി പാലക്കാട്ടെ അമ്മമാരും പെങ്ങന്മാരും യുവജനങ്ങളും മിണ്ടാതിരിക്കില്ല. അവർ രാഹുലിനൊപ്പം നടക്കും. രാഹുലിനെ അവർ നേതാവായി മനസ്സാ വരിച്ചു കഴിഞ്ഞു എന്നതാണ് സത്യം. പാലക്കാട് ഇനി പറയുന്നത് വളരെ വ്യക്തമായ ഒരു വാക്കാണ്. അവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വേണം. അദ്ദേഹം തന്നെയാണ് അവരുടെ യഥാർത്ഥ സ്ഥാനാർത്ഥി. കോൺഗ്രസ് ഈ ജനവികാരം കേൾക്കുമോ, അല്ലെങ്കിൽ വീണ്ടും ഒരു തെറ്റ് ആവർത്തിക്കുമോ? അത് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. പക്ഷേ ഒരു കാര്യം ഇവിടെ ഉറപ്പ് പറയാൻ ആഗ്രഹിക്കുന്നു, പാലക്കാട്ടെ വീട്ടമ്മമാരുടെയും യുവജനങ്ങളുടെയും ഈ ശബ്ദം ഇനി ആർക്കും അവഗണിക്കാൻ കഴിയില്ല എന്നത് സത്യം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മടി കാണിക്കരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുജനങ്ങൾക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്യണമേ എന്ന് വിനീതമായി അപേക്ഷിക്കട്ടെ. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാർത്തകൾ എല്ലാവരും എത്താൻ നിങ്ങളും അതിലെ ഓരോ കണ്ണിയാകണമേ എന്ന് അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി ഞങ്ങൾ എഴുതി അറിയിക്കണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കട്ടെ. നിങ്ങളുടെ ഓരോ കമന്റുകളും ഞങ്ങൾ വ്യക്തമായി ചർച്ച ചെയ്യും, നിരീക്ഷിക്കും. നിങ്ങളുടെ ഓരോ കമന്റുകൾക്കും വ്യക്തമായ മറുപടി ഇവിടെ തന്നെ ഞങ്ങൾ നൽകും എന്നും അറിയിക്കട്ടെ.
അതുപോലെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വലിയ പോരാട്ടത്തിൽ നിങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇനി മറ്റൊരു വിഷയമായി വേറൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.